കൂട്ടുകാരെ എല്ലാവർക്കും ഡോറ ക്യൂട്ട് ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഓണത്തിൻ്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഞങ്ങൾ വീടെല്ലാം ഇന്ന് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ദിവസം കൊണ്ട് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമല്ലായിരുന്നു. അപ്പം ഒന്നും നമുക്ക് വൃത്തിയാക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇന്നാണ് ഞങ്ങൾ സത്യം പറഞ്ഞാൽ വീട് ഒതുക്കാൻ തുടങ്ങിയത് കേട്ടോ. അപ്പം ടേബിളിന് മേലുള്ള സാധനങ്ങളെല്ലാം മാറ്റി ഇവിടെ എല്ലാം ഒതുക്കി ബാക്കി കുറച്ച് സാധനങ്ങൾ ദിവാങ്കൂട്ടിലോട്ട് എടുത്ത് വെച്ച് പിന്നെ നാട്ടെ കുറേ സാധനങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. കുറേശ്ശെ തൂത്ത് ഒതുക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ച് ഇതൊക്കെ ഒതുക്കാനുള്ള നമുക്ക് ചാക്കിലോട്ട് മാറ്റേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. എല്ലാം ഇങ്ങനെ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓണത്തിൻ്റെ ഒതുക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് നടക്കുന്നത്. അവിടെ വയ്ക്കുക ബ്രോ, ഒതുക്കിപ്പോഴാണ് നടക്കുന്നത്. ഇനി നമ്മൾ മിറ്റം വൃത്തിയാക്കണം. മിറ്റം മൊത്തം കുളമായി കിടക്കുക. മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് മിറ്റം വൃത്തിയാക്കാൻ പറ്റിയില്ല. മിറ്റം വൃത്തിയാക്കണം. ഇനി കുറേശ്ശെ എല്ലാം ഒതുക്കാമെന്ന് വിചാരിച്ച് ചിലന്തിവല എല്ലാം അടിച്ച് മാറ്റി. ചിലന്തിവല ഉണ്ടായിരുന്നു, അതെല്ലാം മാറ്റി. ഡോറ ഇവിടെ ആണെങ്കിൽ ചോറ് വെച്ചു. ചോറ് വാർത്തിട്ടു. കുറേശ്ശെ ഡോറ ചോറ് വാർക്കുക. ഡോറ ഇങ്ങനെയാട്ടോ ചോറ് വാർക്കുന്നത്. പെട്ടെന്ന് വേവുന്നുണ്ട്. ഡോറയ്ക്ക് ചോറ് ഊറ്റണം ഇങ്ങനെ പറ്റത്തുള്ളൂ കേട്ടോ. മറ്റുള്ളവരെ പോലെ അടച്ചിടാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനെയാണ് ഡോറ ചോറ് ഊറ്റുന്നത്. ഭയങ്കര മഴ. ഇന്ന് ഡോറ വെച്ച കറികൾ കാണിക്കാം. ഗബ്രൂസേ എന്താ ചെയ്യുവാടാ? ഗബ്രു ഭയങ്കര കുരുത്തക്കേട് കേട്ടോ. സാമ്പാർ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉണക്കക്കൊഞ്ച് തീയൽ വെച്ചു. തീയലല്ലേ ഇത്? റോസ്റ്റാണ്. ഓക്കെ റോസ്റ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ അമരപ്പയർ തോരൻ വെച്ചിട്ടുണ്ട്. പച്ചപ്പയറും അമരപ്പയറും കൂടെ തോരൻ വെച്ചു. ഇവിടെ ഒന്നുമില്ല. വേണ്ട. പിന്നെ നാരങ്ങ അച്ചാറും ജാതിക്ക അച്ചാറും ഇട്ട് വെച്ചിട്ടുണ്ട്. ജാതിക്ക അതാ ഉപ്പിലിട്ടതുകൊണ്ട് നാരങ്ങ അച്ചാറും ജാതി അച്ചാറും ഉണ്ട്. ഇത് പുക ഇട്ടതിൻ്റെ ഇച്ചിരി പുക കൂടുതലായി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് അതാണ്ട് ഇതെല്ലാം ഒതുക്കണം. ഗബ്രൂസേ ചുമ്മാ ഇരിക്കും മോനെ. ഇവിടെ എല്ലാം ഇനി ഒതുക്കണം. അതെ ഭയങ്കരമായിട്ട് അർജൻറ്റായിട്ട് ഒരു അർജൻറ്റായിട്ട് ഇന്ന് പുറത്ത് പോവുകയും വേണം. എല്ലാം ഇങ്ങനെ കിടന്ന് സമയമില്ലാതെ കിടന്ന് ഓടും ഇപ്പം. അങ്ങനെ നമ്മളെല്ലാം ഒതുക്കിയതിന് ശേഷം ഇന്നലെ ആയിരുന്നു ഒതുക്കൽ പരിപാടിയൊക്കെ. എല്ലാം ഒതുക്കി വെച്ചു. അതിനുശേഷം ഡോറയും പ്രിൻസും എല്ലാം കൂടി ചേർന്ന് പച്ചക്കറിയൊക്കെ ഇന്ന് കുറേശ്ശെ അരിഞ്ഞുകൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞ് ഞാനും കുറച്ചൊക്കെ അരിയും. എനിക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ ഇനി ഞാനും അരിയണം. അപ്പം അതെ അപ്പോൾ രാത്രി നമ്മൾ എല്ലാം ഒതുക്കി വെക്കുക. രാവിലെ എഴുന്നേറ്റ് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ, കാരണം ഡോറയ്ക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എപ്പോഴും ബുദ്ധിമുട്ടല്ലേ ഈ അസുഖമുള്ളതുകൊണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ച് രാത്രി തന്നെ എല്ലാം ഒതുക്കി വയ്ക്കുക. അതുമല്ല പെട്ടെന്നെല്ലാം ഒതുക്കണം, കാരണം നാളെ ആണെങ്കിൽ എല്ലാവരും വരും. അപ്പം ഫുഡൊക്കെ നേരത്തെ ഉണ്ടാവണം. പിന്നെയെന്ന് വെച്ചാൽ അത്തപ്പൂ ഇടണം, എല്ലാവർക്കും ഒപ്പം വരുന്നത്. പിന്നെ കുറച്ച് ഗെയിംസൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇടണം. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് നേരത്തെ എല്ലാം ഇങ്ങനെ ഒതുക്കി മാറ്റുവാണ്. ഇനി ബാക്കിയുള്ള പച്ചക്കറി ഇനി എനിക്ക് അറിയണം. ഇപ്പോൾ ഡോറയുടെ സെക്ഷനിലാണ് ഡോറ അരിഞ്ഞ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഡോറ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെല്ലാം ഡോറ ഇങ്ങനെ അരിഞ്ഞ് മാറ്റുവാണ്. ബാക്കി ഇനി ഞാൻ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഓണം ഇവിടെ വരെ ആയെന്ന് പറയണേ. ഇപ്പോൾ ഡോറ നാളെ നമുക്കുള്ള ചിക്കൻ കഴുകി വൃത്തിയാക്കി നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുക. ഇതെന്തോ പ്രിൻസി? ഇഞ്ചിയും വെളുത്തുള്ളി. ഇത് മൊത്തം ഇഞ്ചി എടുക്കല്ലേ? എനിക്ക് ഇഞ്ചിക്കറിക്ക് വേണ്ടേ? നമ്മൾ നാളെ ചിക്കൻ ഫ്രൈ വെക്കുന്നുണ്ട്. നാസിക്ക് ചിക്കൻ ഫ്രൈ ഇല്ലെങ്കിൽ ശരിയാവത്തില്ല. അവന് നോൺ വെജ് വേണം സദ്യ ആണെങ്കിൽ. അതുകൊണ്ട് അവന് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ ചിക്കനും മീനും ഒക്കെ വാങ്ങിക്കുന്നത് ഇവിടെ മിക്കപ്പോഴും. അന്ന് കഴിഞ്ഞ പ്രാവശ്യം മീൻ വാങ്ങിച്ച് ഫ്രൈ ചെയ്തില്ലേ? നോൺ വെജ് ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യവും. ഉണ്ടായിരുന്നു. കഴിഞ്ഞതിൻ്റെ അങ്ങേ പ്രാവശ്യവും നോൺ വെജ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നോൺ വെജ്. ബീഫായിരുന്നാ? നോൺ വെജ് ഉണ്ടായിരുന്നു, അതാ പറഞ്ഞത്. ഞാൻ നോൺ വെജ് എന്നാ പറഞ്ഞ, മീനോ ഇറച്ചിയോ എന്നാ പറഞ്ഞത്, നോൺ വെജ്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഒതുക്കുക. ഇനി എൻ്റെ പരിപാടി എനിക്ക് ഇനി നടത്തണം. അതിനുള്ള സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവരുടെ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുക. ഇവിടെ രാത്രി 12 മണിയായപ്പം ഒരാൾ നിന്ന് ചിക്കൻ ഫ്രൈ ചെയ്യുക കേട്ടോ. നാളത്തെ ജോലികൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡോറ ഇപ്പം ചിക്കൻ ഫ്രൈ വയ്ക്കാം. ബോഡി പെയിൻ ഉണ്ട് കേട്ടോ. ഷോൾഡർ പെയിനും ഉണ്ട്. കാലിൻ്റെ മുട്ടിനും വേനയുണ്ട്. രാവിലത്തെ പരിപാടി ഒതുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അങ്ങ് ഫ്രൈ ചെയ്യുക. കഴിയാറായി കേട്ടോ. ഇത്രയും ഫ്രൈ ചെയ്തു. നാളത്തേക്കുള്ള ഫ്രൈയാണ്. ബാക്കി ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ രാത്രി ഇങ്ങനെയാണോ?
വിശക്കുമ്പോഴല്ല, രാത്രി ഓണത്തിൻ്റെ തലേന്ന് മാറിക്കടി തീർച്ച ഓണത്തിൻ്റെ തലേന്ന് ഇതുപോലെ പാചകമെല്ലാം ഒതുക്കി വെക്കുമെന്ന് നല്ല രീതിയിൽ ഒന്ന് റെഡിയായി ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുക്കണം. കഴിഞ്ഞ ഓണത്തോടെ കിടന്ന് വെപ്രാളം കാണിക്കരുത്. കഴിഞ്ഞ ഓണം നമ്മൾ 3 മണിക്കും 3:30 കണ്ടായി ചോറ് കഴിച്ച് അത്തപ്പൊക്കെ ഇട്ട് വന്നപ്പോൾ ഒരുപാട് സമയം പോയി, ഒത്തിരി സമയം എടുത്തായിരുന്നു. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ ഞങ്ങളുടെ ഡേ ഇതാണ്. ഇനി നമുക്ക് നാളത്തെ വിശേഷങ്ങൾ നാളെ കാണാം കേട്ടോ. ഇതെന്തായാലും അപ്ലോഡ് ചെയ്യുന്ന ഓണത്തിൻ്റെ അന്നായിരിക്കും, തിരുവോണത്തിൻ്റെ അന്നായിരിക്കും. അപ്പോൾ കൂട്ടുകാരെ, ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു പുതിയ വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.